ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമുക്ക് സർക്കാർ ആശുപത്രി കാണിക്കാം. അവിടെ ആകുമ്പോ വലിയ പൈസ ചെലവൊന്നും ഉണ്ടാവില്ലല്ലോ. അതെ, അച്ഛനാവാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കാനൊന്നും പാടില്ല. മോളെ, രാത്രി അത്താഴം വീട്ടിലുള്ളവർ ഒരുമിച്ചിരുന്ന് കഴിക്കണം. അത് കുടുംബത്തിന്റെ കെട്ടുറപ്പിന് പ്രധാനമാണ്. ഇന്ന് ഈ നെറ്റ്വർക്കും മൊബൈലും ഒക്കെ വന്നതിൽ പിന്നെ അങ്ങനൊരു പതിവ് എങ്ങോട്ടോ പടിയിറങ്ങിപ്പോയി. അപ്പ മുതലാ കുടുംബങ്ങളൊക്കെ തകരാൻ തുടങ്ങിയത്. ആരും ആരുടെയും മുഖം കാണുന്നില്ലല്ലോ. മൊബൈലിൽ നോക്കിയല്ലേ തീറ്റയും കുടിയൊക്കെ. അത്താഴത്തിനിരിക്കുമ്പോ അച്ഛന്റെ മുഖത്തെന്താ ഒരു വിഷമം, അമ്മയ്ക്കെന്താ മുഖത്തൊരു ക്ഷീണം എന്നൊക്കെ മക്കള് ചോദിക്കുമ്പോ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകും ഞങ്ങൾക്ക്. കഷ്ടപ്പാടും ക്ഷീണവും ഒക്കെ അതോടെ അങ്ങ് മാറും. അടുത്ത ദിവസവും ജോലിക്ക് ഇറങ്ങിപ്പോകാനുള്ള വല്ലാത്തൊരു ഊർജം തരും അത്. അല്ലേ ചന്ദ്രു? മോളിരിക്കോ? കഴിക്കുമോളെ. എന്തു പറ്റി മോളെ? അറിയില്ലാമേ. മീനാക്ഷിക്ക് പനിയുണ്ടോന്ന് നോക്കട്ടെ. ചൂടൊന്നുമില്ലല്ലോ. കുറച്ച് വെള്ളം കുടിക്കുമ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചത് ദഹിച്ചിട്ടുണ്ടാവില്ല. മിനു മോനെ, വിഷമിക്കണ്ട. ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നമുക്ക് പോകാം. മാധവേട്ട, ഹോസ്പിറ്റലിൽ പോണം. ഇപ്പൊ ഈ രാത്രി വണ്ടി വിളിക്കാനൊന്നും പോണ്ട. നാളെ സമാധാനായിട്ട് ഹോസ്പിറ്റലിൽ പോയാ മതി. മാധവേട്ട, നമ്മള് വീണ്ടും അപ്പൂപ്പനും അമ്മൂമ്മയാകാൻ പോവാ. വിനു, നീ ഒരു അച്ഛനാകാൻ പോകുന്നു. എന്ത് പറ്റി വിനുവേട്ടാ? വിനുവേട്ടന് എന്താ പെട്ടെന്നൊരു വിഷമം? കയ്യില് പൈസയൊന്നുമില്ല, ആശുപത്രി ചെലവൊക്കെ ഒരുപാടാവും. അതോർത്താണ് വിനുവേട്ടൻ വിഷമിക്കുന്നേ. അതൊന്നും ഓർത്ത് വിനുവേട്ടൻ വിഷമിക്കണ്ട. നമുക്ക് സർക്കാർ ആശുപത്രി കാണിക്കാം. അവിടെ ആകുമ്പോ വലിയ പൈസ ചെലവൊന്നും ഉണ്ടാവില്ലല്ലോ. അതെ, അച്ഛനാവാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കാനൊന്നും പാടില്ല.
കരുണാകര, നീ എന്താ ഉറങ്ങുന്നില്ലേ? ഉറക്കം വരുന്നില്ല അല്ലേ? ഉറക്കം വരില്ല. നിനക്കെന്നല്ല, മക്കളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരച്ഛനും ഉറങ്ങാൻ പറ്റില്ല. എനിക്കറിയാം കരുണാകര, നീ നിന്റെ മോളെ രാജകുമാരിയെ പോലെ വളർത്തിയത്. എല്ലാ അച്ഛന്മാരെ പോലെയും നിനക്ക് ആൺമക്കളെക്കാളും ഇഷ്ടം ഹരിതമോളെയായിരുന്നു. അവളായിരുന്നു ഒരു കാലത്ത് കരുണാകരന്റെ എല്ലാം. ഹരിതമോക്കും അച്ഛനെ മാത്രം മതിയായിരുന്നു. നീ പാർട്ടി കമ്മിറ്റിക്ക് ഡൽഹിക്ക് പോകുമ്പോ വിമാന ടിക്കറ്റും എടുത്ത് നീ മോളെയും കൂടി കൊണ്ടുപോകുന്നത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അവിടുത്തെ ക്യാൻറ്റീനിലെ മട്ടൻ കറിയാ ഹരിതമോക്ക് ഇഷ്ടം. ആ, കാലം മാറിയപ്പോ അവക്ക് വാശികളും ശാഠ്യങ്ങളും കൂടി വന്നു. കൂടെ പഠിച്ച പയ്യനോട് പ്രേമം. നമ്മൾ ഒരുപാട് തിരുത്താൻ നോക്കി. ആര് കേക്കാൻ? അന്നേ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞു, പക്ഷെ നീ കേട്ടില്ല. അതിനിപ്പ കുറ്റബോധം കാണുമല്ലേ? അന്നേ ഞാൻ പറഞ്ഞത് കേട്ട് കോളേജിലിട്ടവനെ തീർത്തിരുന്നെങ്കിൽ ഇപ്പോഴീ വീട് അച്ഛനുറങ്ങാത്ത വീടാകില്ലായിരുന്നു. നീ ഇങ്ങനെ പാതിരാത്രിക്ക് മഞ്ഞും കൊണ്ട് കൊതുകേടിയും കൊണ്ട് ഉറക്കം വരാതെ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. കോളേജിൽ രാഷ്ട്രീയ കലാപം, ആളുമാറി ആക്രമണം, അതൊരു 3 ഗോളം വാർത്തയിൽ തീർന്നേനെ. സൂചി കൊണ്ടെടുക്കാൻ പറ്റാത്തത് തൂമ്പ കൊണ്ടെടുക്കേണ്ടി വരും. എന്നായാലും എടുക്കാനുള്ളത് എടുത്തല്ലേ പറ്റൂ. ചേച്ചി, അവളുടെ ജീവിതം നശിപ്പിക്കുന്ന ക്യാൻസറാണവൻ. ഒന്നുകിൽ അതിന് ചികിത്സ കൊടുക്കാതെ അവളെ മരണത്തിന് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ അവനെന്ന ക്യാൻസറിനെ ഹരിതയുടെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായും കരിച്ചു കളയുക. കേടായ അവയവങ്ങൾ എടുത്തു മാറ്റിയിട്ടും ആളുകൾ ജീവിക്കുന്നില്ലേ? അങ്ങനെ ചിന്തിച്ചാ മതി.